ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെന്ന് വെച്ചാൽ ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് തക്കാളിയുടെ വിളവെടുപ്പ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വിളവെടുത്തിട്ടുള്ള തക്കാളി ചെടികളൊക്കെയാണ് കേട്ടോ. ഇത് ഇഷ്ടംപോലെ എനിക്ക് കായ്കൾ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പം കുറച്ച് വിളവെടുക്കുന്നതൊന്ന് നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തക്കാളിയുടെ വിളവെടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചെറി ടൊമാറ്റോ ആണ് കേട്ടോ. സൈസ് ഇത്രയും കാണത്തുള്ളൂ. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ കറികൾക്കൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ സലാഡ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അല്ല, വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. പുളിയൊന്നുമില്ല, നല്ല രുചിയുള്ളതാണ്, ഭയങ്കര ഗുണമുള്ള സാധനമാണ്. മാർക്കറ്റിലൊക്കെ ഭയങ്കര വാല്യൂ ഉള്ളൊരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ ഈ ചെറി ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 തൈകൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കുറേയൊക്കെ ഞാൻ പറിച്ചു. ഇതിനകത്ത് ബാക്കി നിന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ പറിച്ചപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് എനിക്ക് 2-3 തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യും, പറിച്ച് കഴിക്കാം. കറികൾക്കൊന്നും അല്ലല്ലോ, നമ്മളല്ല ജസ്റ്റ് ഒന്ന് പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 മൂട് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിയുടെ ഇതിൽ നിന്നുള്ള വിളവെടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇനമാണ്. കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പറഞ്ഞിട്ടില്ലേ, നല്ല സൈസുള്ളതാണ്. ഞാനിതിനകത്ത് ഹൈബ്രിഡ് തക്കാളികളും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നാടൻ തക്കാളി ഇനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സഡാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഒരുപാട് തക്കാളികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങളെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് നമ്മുടെ ഈ തക്കാളി കൃഷി മാത്രമല്ല എല്ലാ കൃഷിയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിനകത്ത് നൽകുന്ന വളം എന്ന് പറയുന്നത് നമ്മുടെ ചാണകത്തിൻ്റെ സ്ലറി, പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കരിയിലയുടെ ചാരവും കൂടി മിക്സ് ചെയ്തിട്ടാണ്, പിന്നെ നേർപ്പിച്ചാണ് ഞാൻ ചെടികൾക്ക് നൽകാറുള്ളത്. പിന്നെ വളമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അടിവളം. മെയിനായിട്ട് ഞാൻ അടിവളം നമ്മൾ നൽകിയാണല്ലോ ചെടികൾ നടുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് തന്നെയാണ് നട്ടിട്ടുള്ളത്. പിന്നെ ചെടികൾ വളരും തോറും എൻ്റെ കയ്യിൽ കിട്ടുന്ന വളങ്ങളുടെ അളവനുസരിച്ചിട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കോഴിക്കാഷ്ടമായിരിക്കും കിട്ടുന്നത്, അതിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആട്ടും കാഷ്ടവും ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടുന്ന മാറിയും തിരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ വേറെ മറ്റ് രാസവളങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് കണ്ടോ, ഇത് നാടൻ തക്കാളിയാണ്. ഇത് പൊതുവേ വലിയ സൈസൊന്നും കാണത്തില്ല, ചെറിയ സൈസായിരിക്കും. പക്ഷേ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാടൻ തക്കാളിക്ക് തന്നെയാണ് കേട്ടോ. നല്ല പുളിയുണ്ട്, നല്ല പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു തക്കാളി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യമുള്ളൂ. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന തക്കാളി കണ്ടില്ലേ, ഭയങ്കര വലിയ സൈസായിരിക്കും. അത് കൊണ്ടുവന്ന് നമ്മൾ മുഴുവനെയൊന്നും ഇടത്തില്ല. ചിലർ പുളിയുണ്ടെങ്കിൽ മുഴുവനെ ഇടത്തില്ല, അത് കട്ട് ചെയ്ത് വെച്ചിട്ട് 2 ദിവസമൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നാടൻ തക്കാളി കൊണ്ട് തന്നെ വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഒരു തക്കാളി തന്നെ ധാരാളം. ഒരുപാട് വിളവെടുത്തതാണ് കേട്ടോ, കണ്ടമാനം വിളവെടുത്തതാണ്. ഇനിയൊന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിയുമ്പോൾ എനിക്കൊന്ന് വളമൊക്കെ ഇട്ട് മൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും എനിക്ക് കിട്ടും. നമ്മൾ കെയർ ചെയ്യുന്ന ഇളക്കിയിരിക്കുമല്ലോ. പിന്നെ വളങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കീടനാശിനികളാണ് കേട്ടോ. അതും തികച്ചും ജൈവ രീതിയിലുള്ള കീടനാശിനിയാണ് നൽകാറുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന തക്കാളികളിൽ എന്തൊക്കെ വിഷം അടിച്ചിട്ടാണ് വരുന്നതല്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരതൊരു വരുമാനമായിട്ടാണ് കാണുന്നത്. അവരുടെ വീട്ടിലെ ആവശ്യത്തിന് അവർ വിഷം അടിക്കാറ് കാണില്ല, അവർ വിൽക്കുന്നതിനകത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, തക്കാളിയൊക്കെ നട്ട് വളർത്തുന്നവർക്കറിയാം എന്തൊക്കെ ഒരുപാട് രോഗങ്ങളും കീടങ്ങളോ വരുന്നതെന്ന്. പിടിച്ച് കിട്ടാൻ പാടായിട്ടുള്ളൊരു പച്ചക്കറിയാണ് നമ്മുടെ ഈ തക്കാളി എന്ന് വെച്ചാൽ. പെട്ടെന്നാണ് അതിന് മില്ലി ബഗിൻ്റെ അറ്റാക്കും, അതുപോലെ തന്നെ വെള്ളീച്ചയുടെ അറ്റാക്ക്, ഇങ്ങനെ ഒരുപാട് വാട്ടരോഗം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തക്കാളി ചെടികളിൽ വരാറുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് നമ്മൾ ദിവസവും നമ്മൾ കെയർ ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ ഒരാഴ്ചയുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ കംപ്ലീറ്റും ഇതുങ്ങളുടെ കൂടെ തന്നെയാണ് ഇങ്ങനെ ഇലകളുടെ അടിയിലൊക്കെ നോക്കുകയും തണ്ടിൽ നമ്മുടെ ഈ മെല്ലീബക്ക് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ തുഞ്ച് ഭാഗത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ അറ്റാക്ക് വരുന്നത്. ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്, പ്രൂൺ ചെയ്യാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് കീടനാശിനിയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജൈവ കീടനാശിനികളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബിവേറിയ ഉണ്ട്, വെർട്ടിസീലിയ ഉണ്ട്, പിന്നെ ടാക് ഫോൾഡർ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം,
പിന്നെ വളമായിട്ടും അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പൊതുവേ നമ്മുടെ തക്കാളി ചെടിക്ക് നല്ല എല്ലാ ചെടികൾക്കും നൽകുന്ന കീടനാശിനികളും വളങ്ങളും എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാട്ടരോഗം ഒരു പ്രധാന രോഗലക്ഷണമാണ് നമ്മുടെ തക്കാളി ചെടികളിൽ പ്രധാനമായിട്ട് വരുന്നൊരു രോഗമാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതും 2-3 ആഴ്ച കൂടുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചിലവേറിയ പണിയാണ് കേട്ടോ. നമ്മുടെ ജൈവ മാർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിന് ചിലവുണ്ട്. എങ്കിൽ പോലും നമ്മൾ കീടനാശിനി അടിച്ചുള്ള പച്ചക്കറികൾ കഴിക്കാതിരിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ നാടൻ തക്കാളികളാണ് കേട്ടോ. അപ്പോൾ നാടൻ തക്കാളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നാടൻ തക്കാളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഹൈബ്രിഡിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇലകൾക്ക് എനിക്ക് തോന്നുന്നു ഹൈബ്രിഡിന് കുറേ കൂടെ ലെങ്തി ആയിട്ടുള്ള വലിയ ലീവ്സാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ നാടൻ തക്കാളി എന്ന് പറയുമ്പോൾ കണ്ടോ, കായ്കൾ ഒരുപാട് ഹൈറ്റ് വെച്ചിട്ടില്ല കേട്ടോ. ഈ ചെടികളെന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈറ്റ് വെച്ചിട്ടില്ല, പക്ഷേ ധാരാളം ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ കായ്കളുടെ സൈസും വളരെ ചെറുതാണ്. പക്ഷേ ടേസ്റ്റിൽ ഹൈബ്രിഡിനെ കാട്ടിയും വെല്ലുന്നവനാണ് നമ്മുടെ ഈ നാടൻ തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഒരു ഇതുണ്ട്, ചെറിയ തക്കാളി, പൊടി തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയാറുണ്ട്. പക്ഷേ അത് നമ്മളെ നാടൻ രീതിയിലുള്ള തക്കാളി വെച്ച് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും അതിന് ഈൽഡ് കൂടുതലായിരിക്കും കേട്ടോ. നാടൻ തക്കാളിക്ക് പെട്ടെന്നുള്ള ഈൽഡ് ആയിരിക്കത്തില്ല, പക്ഷേ പതിയെ കൊണ്ട് കുറേ നാൾ കൊണ്ടും നമുക്കതിൽ നിന്ന് ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീടുകളിലൊക്കെ നട്ടു വളർത്താനാണെങ്കിൽ നമ്മുടെ നാടൻ തക്കാളി നട്ടു വളർന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ വലിയ രീതിയിൽ ഫാർമിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഹൈബ്രിഡാണ് സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നുള്ള ഈൽഡ്, ഒരുമിച്ചുള്ള ഈൽഡ് നമുക്കതിൽ നിന്ന് കിട്ടും. ഇത് ഞാൻ ഇന്നലെ അങ്ങോട്ട് പറിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അളവിൽ കുറവുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ എൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വിളവെടുപ്പാണ്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ നിന്ന് കുറേ പ്രൂണിങ്, ഒരുപാട് ചെടിയുള്ളത് കാരണം പ്രൂണിങ് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ. കുറേയൊക്കെ പ്രൂൺ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഇലകൾ കൂടിക്കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെടികളിൽ ഇലകളുടെ അളവ് കൂടിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന തക്കാളിയുടെ ഈൽഡ് കുറയും. അപ്പോൾ ഇലകൾ കുറയ്ക്കുക മാക്സിമം. ഇതൊക്കെ ഈ പ്ലാന്റ് കണ്ടോ, ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൽ നിന്നും കിട്ടി. ഇത് കണ്ടോ, ഇതൊക്കെ കായ്ച്ച് കഴിഞ്ഞാൽ പറിച്ചിട്ടുള്ള തക്കാളിയുടെയാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടംപോലെ ഈൽഡ് കിട്ടി. ഞാനത് ക്രോപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കുറേ അങ്ങ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഈൽഡ് കിട്ടിയിട്ടുണ്ട്. ഇത് പിടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ തക്കാളി. നമ്മൾ പച്ചമുളകിൻ്റെ ഉജ്ജ്വല മുളകില്ലേ, അത് പലർക്കും ഇഷ്ടമാണ്. അതിങ്ങനെ പിടിച്ച് നിൽക്കുന്ന, കായ്ച്ച് നിൽക്കുന്ന കാണാൻ തന്നെ. അതുപോലെ തക്കാളിയും ഇങ്ങനെ ചുമ പഴുത്ത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാനിത് കായ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കൊലയായിട്ട് വരുമല്ലോ, അത് ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാനതങ്ങ് ക്രോപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചെടികളിൽ അനാവശ്യമായിട്ട് നിൽക്കുന്ന, വേണ്ടാത്തതെന്ന് വെച്ചാൽ വാടി നിൽക്കുന്ന ഇലകളും ഒരുപാട് നിൽക്കുന്നതായിട്ടുള്ള ഇലകളും എല്ലാം ഞാനങ്ങ് ക്രോപ്പ് ചെയ്ത് കളയും. പിന്നെ ഇതുപോലെ തണ്ടുകൾ ഇങ്ങനെ കൊലയായിട്ടാണ് കേട്ടോ എൻ്റെ പിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇലകളുണ്ടെങ്കിൽ അതും അങ്ങ് പ്രൂൺ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ തക്കാളിക്ക് അത്യാവശ്യം സൈസ് കിട്ടും. അപ്പോൾ പ്രൂണിങ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന തക്കാളിക്ക് എത്രയാണ് വിലയെന്ന് എനിക്ക് ഇപ്പോൾ ഏകദേശം അറിയില്ല. എന്ന് വെച്ചാൽ ജൈവം അല്ലാത്ത തക്കാളിക്ക് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മേടിക്കാറേയില്ല. മേടിച്ചിട്ട് കുറേ കാലമായി. നമ്മൾ കൃഷിക്കൊക്കെ മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വില അറിയില്ല. പക്ഷേ ജൈവ തക്കാളിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാത്ത തക്കാളികൾക്ക് എപ്പോഴും മാർക്കറ്റിൽ നല്ല വിലയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതൊരു ബിസിനസ്സായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്ന ഒരു സംരംഭം കൂടിയാണ് കേട്ടോ ഈ തക്കാളി കൃഷി എന്ന് പറയുന്നത്. നല്ല മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പലരും ഇത് വിൽക്കുന്നത് എനിക്കറിയാം. 150 മുകളിലോട്ട് വിൽക്കുന്നവരെ അറിയാം. 200 വരെയൊക്കെ ജൈവ തക്കാളിക്ക് വിലയുണ്ട് കേട്ടോ പെർ കിലോ. 1 കിലോയ്ക്ക് ഇത്ര രൂപയൊക്കെ വില നമ്മുടെ ഈ ജൈവ തക്കാളികൾക്ക് വരും.
അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിക്കുന്നതുണ്ടെങ്കിൽ അവർ ഇത്രയൊക്കെ വില പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരക്കാൻ അറിയാം ഈ സാധനത്തിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ സൈസും ഈ സൈസൊക്കെ ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ സൈസാണ് നിങ്ങളുടെ വീട്ടിൽ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ഇനങ്ങൾക്ക് ആ ഒരു സൈസൊക്കെ വരത്തുള്ളൂ, പക്ഷെ അതിനായിരിക്കും 100% ഗുണങ്ങളുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ചേറെ തക്കാളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് അടുത്ത് പോയി. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഊന്നൊക്കെ കൊടുത്തല്ലേ തക്കാളി ചെടി വളർത്തുന്നത്. ഊന്ന് കൊടുക്കാതെ വളർത്താനേ പറ്റില്ല, താഴോട്ട് വീണ് കിടക്കും, അപ്പോൾ ഈൽഡ് കുറയും. അപ്പോൾ ഞാനിത് ഊന്നിന് പകരം കമ്പൊക്കെ കെട്ടി വെക്കുന്ന ബുദ്ധിമുട്ടായത് കാരണം കയറൊക്കെ കെട്ടിയിട്ട് നമ്മുടെ കയറിനകത്ത് ഒന്ന് ചുറ്റിയൊക്കെ ആയിരുന്നു നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ അടുത്ത് പോയി. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു ചെടി മറ്റൊരു ചെടിയെ ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കീടം ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത് അടുത്തടുത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പടർന്ന് പന്തലിക്കും. എല്ലാ ചെടികൾക്കും ഒരുപോലെ അങ്ങ് ആവും. അപ്പം പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പാടായിരിക്കും. അപ്പോൾ ദിവസവും നമ്മൾ കീടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അതിനുള്ള നിയന്ത്രണ മാർഗങ്ങളും ചെയ്തിരിക്കുക. കണ്ടോ, നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളിൽ നിന്നാണെങ്കിൽ ഇത്ര ഈൽഡൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത്ര ഈൽഡ് കിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് കുറേ നാളായി ഇവയിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്ന തക്കാളി. ഇഷ്ടംപോലെ തക്കാളി എനിക്ക് കിട്ടുന്നുണ്ട്. അതൊരു കൊലയായിട്ടാണ് കേട്ടോ. ഒരു കൊലയിൽ ഒരു 6-8 തക്കാളി വീതമൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് പിടിക്കാറുള്ളത്. കിളികളുടെ ശല്യമുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ അവർ കൊത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിങ്ങനെ ചുമന്ന് നിൽക്കുമ്പോൾ കിളികളുടെ അറ്റാക്ക് ഉണ്ട്. പയർ തിന്നാൻ വരും. പയറിൻ്റെ അരി കഴിക്കാനായിട്ട് കിളികൾ വരും. അപ്പോൾ എനിക്കൊന്ന് അണ്ണാൻ്റെ ശല്യം ഇതിനകത്ത് കയറുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ചിലതൊക്കെ തുറന്ന് വെച്ചേക്കുന്ന കാണാം. ഇതുപോലെ കിളികളായിരിക്കാം. അണ്ണാനാണെങ്കിൽ ചപ്പിട്ട് താഴെ ഇടത്തല്ലേ ഉള്ളൂ. ഇത് കൊത്തി തിന്നുന്നതിലേക്ക് കാണാം. പ്രൂൺ ചെയ്യുന്ന സമയമായിട്ടോ. മൊത്തവും ഇനി എനിക്ക് പ്രൂൺ ചെയ്യണം. കുറച്ച് ദിവസമൊക്കെ ആയിട്ട് തിരക്കായത് കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായില്ലേ, കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്തിട്ട് ഇനി സ്യൂഡോമോണസ് എന്തെങ്കിലും ഞാൻ അടിച്ചു കൊടുക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല കുറച്ചതിന് ശേഷം ചെടികൾ കഴിച്ചുമ്പോൾ അത്രയും ഗുണം ചെടികൾക്ക് അത്രയും കിട്ടും. അപ്പോൾ കുറേ അങ്ങ് പ്രൂൺ ചെയ്യണം. ഇനി പ്രൂൺ ചെയ്യുമ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം. പ്രൂണിങ് മസ്റ്റാണ് നമ്മുടെ തക്കാളി ചെടികളിൽ. അതെങ്ങനെയൊക്കെ പ്രൂൺ ചെയ്യണമെന്നും പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കൊലയെന്നൊക്കെ പറഞ്ഞാൽ നോക്കിക്ക് എത്ര തക്കാളികളാണെന്ന് അതിനകത്തുനിന്ന് കണ്ടോ. എൻ്റെ ഒരുപാട് കമ്പുകൾ ഇതുപോലെ അങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ. ഒടിഞ്ഞിട്ട് അതുപോലെ നിന്നിട്ട് കായ്ക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് കാരണം ഇങ്ങനെ കായ്കൾ വന്നിട്ട് അങ്ങ് ഒടിഞ്ഞ് ഇവിടുന്ന് ഇരിഞ്ഞു പോയി. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെ നിന്ന് കായ്ക്കട്ടെ. നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി പോവും. അതുപോലെ നിന്നോട്ടെ. ഇവിടെ എല്ലാം കണ്ടോ ഇങ്ങനെ കിടപ്പുണ്ട്. കുറേയൊക്കെ നമ്മൾ അതുപോലെ വിട്ടേക്കുക. ചിലത് ഇങ്ങനെ അല്ലാതെ നിൽക്കുന്ന മാത്രം നമ്മളൊന്ന് കെട്ടിയൊക്കെ ഊന്നൊക്കെ കൊടുക്കുക. ബാക്കിയൊക്കെ അങ്ങനെ ചാഞ്ഞ് കിടന്ന് തന്നെ കുറേയൊക്കെ അങ്ങ് പിടിച്ചോളും. ഒരുപാട് നിങ്ങൾ തക്കാളി പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് പഴുത്ത് വരുന്നതിന് മുന്നേ നമ്മൾ പറിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പറിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയും ചെടികളിൽ നിന്ന് ധാരാളമായിട്ട്, അതൊരു സൈക്കോളജിയാണ് കേട്ടോ, പിന്നെയും ധാരാളമായിട്ട് ചെടികൾ കായ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ നിറം മങ്ങുമ്പോൾ തന്നെ നമ്മളങ്ങ് പറിച്ചെടുക്കുക, നിറം വരുമ്പോൾ തന്നെ. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് പെട്ടെന്ന് കായ്കൾ വരും എന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക. പഴുത്തങ്ങ് പരുവാവുന്നവരെ ചെടികളിൽ നിർത്തണ്ട. കാണാനൊക്കെ ഭംഗിയാണ്, എന്നിരുന്നാൽ പോലും
അപ്പോൾ അത് ഇതെന്ന് പറയുന്നത് എൻ്റെ പയർ കൃഷിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്തെല്ലാം കിളികൾ വന്നിട്ട് മൊത്തവും അരികൾ കുറേയൊക്കെ കുത്തി തിന്നും. എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും വല്ല ടിപ്സും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ഈ കിളികളെ എങ്ങനെ ഓടിക്കാമെന്ന്. എനിക്കത്ര അതിനൊരു വശമില്ല, അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഭയങ്കര കിളികളുടെ ശല്യമാണ്, കുരുവികളുടെയും. അപ്പോൾ നമ്മളൊക്കെ എണീക്കുന്നതിന് മുന്നേ ഉച്ച സമയത്ത് അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനെയൊക്കെയാണ് ഇതുങ്ങളുടെ ഭയങ്കര ശല്യം എന്ന് പറയുന്നത്. എൻ്റെ പയറെല്ലാം കൊത്തി തിന്നുകയാണ്. കുറേയൊക്കെ വെറുതെ വിട്ടാലും നമുക്ക് ഫുള്ള് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എൻ്റെ പയർ കൃഷിയാണ്, കുറ്റിപ്പയറിൻ്റെ കൃഷിയാണ്. ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, കുറേ ലെങ്തി ആയി പോകും വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയാം. അപ്പോൾ അതേ ഇനിയും കുറേ കൂടെ ഒക്കെ പറിക്കാനുണ്ട്. പിന്നെ എല്ലാം കൂടി നമ്മൾ പറിച്ചിട്ട് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഞാൻ വിളവെടുത്ത് കുറേയൊക്കെ കണ്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളും തക്കാളി നട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളമായിട്ട് നിങ്ങൾക്കും തക്കാളി പറിക്കാൻ സാധിക്കും. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ തക്കാളിയുടെ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.